റോഡ് റാഷ് ഗെയിം പോലെ ഒരു ബൈക്ക് റൈഡ് ആയാലോ? ഈ ഒരു ഗെയിം കളിക്കാത്ത 80s ഓർ 90s കിഡ്സ് ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ആ ഒരു ഗെയിമിന്റെ ഫീലിൽ ആഘോഷിക്കാൻ പറ്റിയ ഒരു ദ്വീപ് നമ്മുടെ കയ്യിൽ കിട്ടിയാലോ? ഇങ്ങനെ ഒരു പ്ലേസ് ഇവിടെ കണ്ടില്ലല്ലോ. ഐ മീൻ ഒരു വീഡിയോയിലും കണ്ടില്ലല്ലോ. മലേഷ്യയിലാണ് അങ്ങനെ ഒരു ദ്വീപ് ഉള്ളത്. അതിന്റെ പേരെന്താണെന്നറിയോ? മലേഷ്യയിലെ കൊലാലംപൂരിൽ നിന്നും ഏകദേശം 150 കിലോമീറ്റർ അധികം ഇങ്ങോട്ട് ദൂരമുണ്ട്. മലാക്കയിലാണ് ഈ ഒരു പ്ലേസ് ഉള്ളത്. അവിടെ നിന്ന് ഒരു കിഡിലൻ ബോട്ട് റൈഡും, അതും സ്പീഡ് ബോട്ട്. ഇതല്ല, ഇതിനപ്പുറവും ചാടിക്കിടന്നവനാണ് KK ജോസഫ് അല്ലേ? പ്രത്യേകിച്ച് ഒന്നുമില്ല, ലിമിറ്റഡ് ആക്സസ് മാത്രമേ ഉള്ളൂ. ഫുഡ് ആയാലും ചിലപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. ഫുഡൊക്കെ കഴിച്ചൊന്ന് മയങ്ങേണ്ടവർക്ക് മയങ്ങാം. വെള്ളത്തിൽ കളിക്കണോ അതുമാവാം. അല്ലെങ്കിൽ നമുക്ക് ബൈക്കിൽ കാട് കയറാം. കൂട്ടിന് കുറച്ച് വട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലോ ഇതൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആവും. അങ്ങനെ അത്യാവശ്യം വട്ടുള്ള സമതുക്കയാണ് നമ്മുടെ ഈ ഒരു ട്രിപ്പിന്റെ അമരത്തുള്ളത്. അപ്പൊ പിന്നെ പറയണോ, കൂട്ടിനാണെങ്കിൽ കിളി പോയ കിളിവും. പിന്നെ ഒട്ടും വികൃതിയല്ലാത്ത ഞാനും. ഇനിയിപ്പോ ബൈക്ക് വേണ്ടാത്തവർക്ക് സൈക്കിളും ഓടിച്ച് കളിക്കാം. അപ്പൊ തുടങ്ങല്ലേ നമ്മളെ റൈഡ്. ഇത് നമ്മുടെ നാട്ടിലൊരു കാടിന്റെ അകത്തൂടെ പോകുന്ന ഒരു ഫീലാണ്. അത്ര ഒരു ഫേമസ് ആയിട്ടില്ല, പക്ഷെ ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രിപ്പ് വരുമ്പോ നമ്മുടെ ടീമാണ് നിൽക്കുന്നുണ്ട്. ഒരു വിശ്വാസമല്ലേ. ഇപ്പൊ പുലാവ് ബസാർ എന്നാണ് ഈ ഒരു ഐലൻഡിന്റെ പേര്. എറൗണ്ട്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാലും എല്ലാവരും പോകുന്ന സ്ഥലത്ത് പോകാറുണ്ടെങ്കിൽ പോലും അല്ലാത്ത സ്ഥലങ്ങൾ നമ്മൾ തേടി പിടിച്ച് പോകും. ഇപ്പൊ പറഞ്ഞു സമതൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെയാ. അല്ല പക്ഷെ നമ്മളൊരു നാടിന്റെ അല്ലേ, നാടിനേക്കാൾ അതെ ഇല്ലല്ലേ ഒരു വൈബില്ല. ഇല്ല യെസ് ഈ വഴി അങ്ങ് പോയട്ടാ, കട്ടോട്ടി ഇവിടെ ഒന്ന് കയറി വന്നേക്ക്. ഇതാണ് ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ. ഇവിടെ മലേഷ്യയിൽ ഇങ്ങനെ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ ഒരു മനുഷ്യ വിശ്വസിക്കില്ല കേട്ടോ. ഇപ്പൊ ഇതാണ് ത്രില്ലിങ് എന്ന് പറഞ്ഞാൽ. അത്ര സേഫാണ്, ഓഫ് റോഡാണ്. മലേഷ്യയിൽ വന്നാൽ ഈ ഒരു പ്ലേസ് മിസ് ചെയ്യരുത് മക്കളെ. അതുപോലെ ഇവിടുത്തെ ഈ ഒരു റൈഡ് ഭയങ്കര വൈബാണ്. ഞാൻ ഇതിൽ പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. പിന്നെ അയ്യോ ട്രാഫിക് ജാം, മരൊക്കെ പൊട്ടി വിട്ടിട്ട്. അപ്പോ എവിടെ റോഡാണ്? കയറി നോക്കാം. കയറുവോ? റോഡ് നമ്മൾ ഉണ്ടാക്കി പോണം. അയ്യോ അടി വീണ. എതിർത്തോ
ലെറ്റ്സ് ഗോ. എപ്പോഴും 2 പേര് ബൈക്കിൽ പോകുന്നതാണ് നല്ലത്, കാരണം ഇതുപോലുള്ള സിറ്റുവേഷൻസ് പലപ്പോഴും ഉണ്ടാവാം. ഇവിടെ റോഡുകൾ നമ്മൾ തേടി പിടിക്കണം. റോഡ് പ്രോപ്പറായിട്ടുള്ള റോഡ് ഉണ്ട്, പക്ഷെ ത്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡുകൾ തേടി പിടിക്കണം. തേടി പിടിക്കല്ല, റോഡ് ഉണ്ടാക്കി പോകണം അല്ലേ? ഇതൊക്കെ നോക്കിയേ, ഇവിടെയൊക്കെ എന്ത് റോഡുണ്ടോ. അയ്യോ എക്സ്പീരിയൻസ് ആണ്. അതെ അതെ, ആ ചൊറിയ അതന്നെ. പലതരത്തിലുള്ള പക്ഷികളും മൃഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. രണ്ടാളും കെട്ടി പറഞ്ഞു. ബൈക്ക് ഓടിക്കാൻ അറിയാത്തവർക്കും ഇതുപോലുള്ള പുല്ലുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീണാലും ഒരു പ്രശ്നവുമില്ല, അത്രയും കട്ടിയിൽ പുല്ലാണുള്ളത്. പല ടീമായിട്ട് പല വഴിക്ക് ഞങ്ങൾ ബൈക്കിൽ തിരിഞ്ഞു. പിന്നീട് ഒരു പീക്കിൽ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. വല്ലാത്തൊരു ഫീലായിരുന്നു അത്. അയ്യോ, ഇത് ഒന്നൊന്നര എക്സ്പീരിയൻസ് ആണ്. നമ്മളിപ്പോ എവിടെത്തി? നെറുകയിലെത്തി. എവിടെ എത്തി? നെറുകയിൽ. എന്തേ ഇതെങ്ങടാ? അയ്യോ, പോണോ? ദേ പോണു, ദേ പോണു, ദേ പോയി. അയ്യോ, ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? കാടിന്റെ ശബ്ദമല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ശബ്ദം എന്തെങ്കിലും ഒരു സൗണ്ട് കേൾക്കും. തുടക്കത്തിൽ മിസ്റ്റർ കിലു പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ടാവും, പക്ഷെ ഇതേ ഒരു ഫ്രീഡത്തിൽ ബൈക്ക് ഓടിച്ച് അർമാദിക്കാൻ പറ്റിയ സ്ഥലമുണ്ടോ? അപ്പോൾ ഈ ഒരു റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളും ഈ ഒരു റൈഡിൽ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ്സിൽ അറിയിക്കുക. വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ നിസ് ടു മീറ്റ് യു, അതാണ് എൻ്റെ ചാനലിന്റെ പേര്. ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ഡിഫറെന്റ് ആയിട്ട് യാത്രാ അനുഭവങ്ങൾക്ക് അറൗണ്ട്സ് ഫോളോ ചെയ്യുക, യാത്രയുടെ ഭാഗമാവുക.